നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മാള ആനപ്പാറയിൽ റോഡരികിലെ പറമ്പിൽ ഉപയോഗശൂന്യമായ സവോള തള്ളിയവരെ കണ്ടെത്തി പോലീസ് തിരികെ എടുപ്പിച്ചു. ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോഷ്, പഞ്ചായത്ത് ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ആതിര സുനിൽ എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ചു. കുറ്റക്കാരിൽ നിന്നും ഫൈൻ ഈടാക്കുമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്രമായ ചൂട് തുടരുന്നതിനാൽ 4 ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മെയ് 4 വരെ കേരളത്തിൽ ചൂട് തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് ദേശീയ തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ദിനമായാണ് മെയ് ദിനം ആഘോഷിക്കുന്നത്. 8 മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിനെ തുടർന്ന് അതിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം മെയ് ദിനമായി ആഘോഷിക്കണം എന്ന ആശയമുണ്ടായത്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കരടി ഇറങ്ങി. കരടി റോഡിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച രാത്രി ഇതുവഴി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ശ്രീ സംഘമേശൻ കൂടപ്പുഴ ആറാട്ടുകടവിൽ ആറാടി. ഇരിഞ്ഞാലക്കുട ശ്രീ കുടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് പുറപ്പാട് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് ചാലക്കുടിയിലേക്ക് പുറപ്പെട്ടത്. ജനകീയ കൂട്ടായ്മയിലൂടെ ചിത്രീകരണം പൂർത്തിയാക്കിയ ഒരു ജാതി പിള്ളേരിഷ്ട എന്ന സിനിമയുടെ ഗാനങ്ങളുടെ പ്രകാശനം കൊടുങ്ങല്ലൂരിൽ നടന്നു. കോട്ടപ്പുറം മുസ്ലിസ് ആംഫി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ നിരവധി സിനിമാ പ്രവർത്തകർ പങ്കെടുത്തു. മാളയിൽ ഒഴിഞ്ഞ പാടത്ത് അഗ്നിബാധ. മാള ഗംഗ തിയേറ്ററിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ 1 ഏക്കറോളം വരുന്ന പാടത്താണ് തീപിടിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മാള ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. മേലണ്ടൂർ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ രോഗിബന്ധു സംഗമം നടന്നു. കിടപ്പ് രോഗികൾക്കുള്ള കുർബാന, കുമ്പസാരം, ആരാധന എന്നിവ നടന്നു. വികാരി ജോസ് പാലാട്ടി നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയിലേക്ക് കൊടകര നാഷണൽ ബോയ്സ് സ്കൂൾ. ഈ അവധിക്കാലം മക്കൾക്ക് ആസ്വാദികരവും ആഹ്ലാദപൂർണവും ആക്കുന്നതിനൊപ്പം ഒരു ജീവൻ രക്ഷാമാർഗം പരിശീലിപ്പിക്കാനുള്ളത് കൂടിയാക്കി മാറ്റി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ രക്ഷിതാക്കൾ. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ക്ലാസും ഹാജിമാർക്ക് യാത്രയയപ്പും സംഘടിപ്പിച്ചു. സിഖ് ഹജ്ജ് ഗ്രൂപ്പ് അമീർ ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. KH സലീം അധ്യക്ഷനായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.